ആകാശവാണി. നമസ്കാരം. ദേശീയ യുവജന ദിനം എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവജനങ്ങളാണ് നാളെയുടെ നേതാക്കൾ. ലോകമെമ്പാടുമുള്ള വിമോചന സ്വപ്നങ്ങൾക്ക് കരുത്തേക്കിയ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണിവ. ഓരോ രാജ്യത്തിന്റെയും പുരോഗതി യുവാക്കളുടെ കൈകളിലാണ്. വളർച്ചയുടെ ചാലക ശക്തികളാണവർ. ഏതൊരു സമൂഹത്തിന്റെയും വികസനത്തിന്റെ അടിസ്ഥാനം യുവതലമുറയാണ് എന്ന തിരിച്ചറിവാണ് ദേശീയ യുവജന ദിനാചരണത്തിനു പിന്നിൽ. ആത്മീയ നേതാവും തത്വചിന്തകനുമായ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. സ്വയം ജ്വലിക്കുക, ലോകത്തെ സ്വാധീനിക്കുക എന്നതാണ് ഈ വർഷത്തെ ദേശീയ യുവജന ദിന പ്രമേയം. വിവേകാനന്ദന്റെ പ്രചോദനാത്മകമായ ജീവിതവും ശാക്തീകരണ സന്ദേശവും യുവജനങ്ങളെ അവരുടെ സ്വപ്നങ്ങളെ പരിപോഷിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യപ്രാപ്തി വരെ പ്രയത്നിക്കുക എന്ന വിവേകാനന്ദ ദർശനം എക്കാലവും യുവജനങ്ങൾക്ക് പ്രചോദനമാണ്. ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 40% 15-നും 29-നും വയസ്സിനിടയിലുള്ള യുവാക്കളാണ്. സമൂഹത്തിലെ ഏറ്റവും ഊർജ്ജസ്വലവും ചലനാത്മകവുമായ വിഭാഗമാണ് യുവജനങ്ങൾ. രാജ്യത്തിന്റെ ഏറ്റവും മൂല്യവത്തായ മാനവ വിഭവശേഷിയാണ് ഇവർ. ഇന്ത്യയെ പുരോഗതിയുടെയും നവീകരണത്തിന്റെയും പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാനുള്ള ശക്തി യുവജനങ്ങൾക്കുണ്ട്. യുവജനങ്ങളുടെ വളർച്ച രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളുടെ വികസനത്തിനും വഴിവെക്കും. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള നൂതന ആശയങ്ങളും പരിഹാരങ്ങളും അവതരിപ്പിക്കുന്നതിന് 15 മുതൽ 29 വയസ്സുവരെ പ്രായമുള്ള യുവാക്കൾക്ക് ഒരു വേദി നൽകുകയും അതിലൂടെ യുവ നേതൃത്വത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് സംഘടിപ്പിച്ചു വരുന്നത്. ഉള്ളടക്ക സൃഷ്ടാക്കളുടെ പുതിയ കൂട്ടായ്മ സൃഷ്ടിക്കാൻ ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ സാധിച്ചതായി ദേശീയ യുവജന ദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ നടന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിനെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സംസ്കാരം, ഉള്ളടക്ക നിർമ്മാണം, സർഗാത്മകത എന്നിവ ഉൾക്കൊള്ളുന്ന ഓറഞ്ച് സമ്പദ് വ്യവസ്ഥയുടെ അഭൂതപൂർവമായ വളർച്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. 1000 से अधिक डिफेंस स्टार्टअप्स काम कर रहे हैं. आज एक युवा ड्रोन बना रहा है तो दूसरा युवा एंटी ड्रोन सिस्टम बना रहा है. कोई एआई कैमरा बना रहा है, कोई रोबोटिक्स पर काम कर रहा है. साथियों, डिजिटल इंडिया ने भी भारत में क्रिएटर्स की एक नई कम्युनिटी खड़ी कर दी. भारत आज ऑरेंज इकोनॉमी यानी कल्चर, कंटेंट और क्रिएटिविटी का अभूतपूर्व विकास होते देख रहा है. भारत मीडिया, फिल्म, गेमिंग, म्यूजिक, डिजिटल टैलेंट, VR, XR जैसे क्षेत्रों में एक बड़ा ग्लोबल सेंटर बन रहा है. मैं तो आप नौजवानों से आग्रह करता हूं, हमारी जो कहानियां हैं, कहानी किस्से हैं, रामायण है, महाभारत है, बहुत कुछ है. क्या हम उसमें गेमिंग की दुनिया में ले जा सकते हैं इन चीजों को? पूरी दुनिया में गेमिंग एक बहुत बड़ा मार्केट है, बहुत बड़ी इकोनॉमी है. हम अपनी माइथोलॉजी की कथाओं को लेकर के भी गेमिंग की दुनिया में नए नए खेल ले जा सकते हैं. हमारे हनुमान जी पूरी दुनिया की गेमिंग को चला सकते हैं. साथियों, वर्ल्ड ऑडियो विजुअल एंड एंटरटेनमेंट समिट यानी वेव्स युवा क्रिएटर्स के लिए एक बहुत बड़ा लॉन्च पैड बन गई है. यानी सेक्टर कोई भी हो, आपके लिए आज भारत में अनंत संभावनाओं के द्वार खुल रहे हैं. आप अपने आइडिया के साथ आगे बढ़िए, रिस्क लेने से पीछे मत हटिए. सरकार आपके साथ कंधे से कंधा मिलाकर चल रही है. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 3000 യുവപ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കേരളത്തിൽ നിന്ന് 60 അംഗ സംഘമാണ് പങ്കെടുത്തത്. യുവജനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും അവരുടെ പൂർണ്ണ ശേഷി കൈവരിക്കുന്നതിനും യുവജന കായിക കാര്യ മന്ത്രാലയത്തിലെ യുവജന വകുപ്പ് നിരവധി പദ്ധതികളും സംരംഭങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് മേര യുവ ഭാരത്. 1972 സ്ഥാപിതമായ ഈ സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനകളിൽ ഒന്നാണ്. യുവജനങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കുകയും അവരെ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. മേര യുവ ഭാരത് ഡയറക്ടർ M. അനിൽകുമാർ. 1985 മുതൽ ജനുവരി 12 ദേശീയ യുവജന ദിനമായി നാം ആഘോഷിച്ചു വരുന്നു. 1985 അന്താരാഷ്ട്ര യുവജന വർഷമായി ആഘോഷിച്ചതിന്റെ ഭാഗമായാണ് ഇന്ത്യയുടെ യൂത്ത് ഐക്കണായ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ജനുവരി 12 ദേശീയ യുവജന ദിനമായി പ്രഖ്യാപിച്ചത്. ഏത് രാജ്യത്തിന്റെയും ഭാവി നിർണയിക്കുന്നത് അവിടുത്തെ യുവത്വമാണ്. ലോകത്തെ ഏറ്റവും യൗവനമായ രാജ്യമാണ് ഇന്ന് ഇന്ത്യ.
നമ്മുടെ ജനസംഖ്യയുടെ ഏകദേശം 1/3 യുവജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ യുവതലമുറയെ മുൻനിർത്തിയുള്ള വികസന കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം പൂർത്തിയാക്കുന്ന 2047 കൂടി വികസിത ഭാരതം ലക്ഷ്യം കാണുന്ന നമ്മൾ യുവജന പങ്കാളിത്തം എല്ലാ മേഖലകളിലും ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് 1995 മുതൽ നാം ദേശീയ യുവോത്സവം സംഘടിപ്പിച്ചു വരുന്നത്. ദേശീയ യുവജന ദിനവും തുടർന്നുള്ള ഒരാഴ്ചക്കാലം ദേശീയ യുവജന വാരവും മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കും. ചർച്ചകൾ, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ, കായിക മത്സരങ്ങൾ, ക്യാമ്പുകൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് ദേശീയ യുവജന ഭാരതത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പങ്കെടുത്തതിന്റെ അനുഭവവും ആകാശവാണിയുമായി പങ്കുവയ്ക്കുന്നു തൃശൂർ സ്വദേശി ഹരിനന്ദൻ PA. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ ഒരുമിച്ചുകൂടി നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് തുറന്നു സംസാരിക്കാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും കഴിഞ്ഞൊരു വേദിയായിരുന്നു ഇത്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ തലത്തിൽ എങ്ങനെ സംഭാവന ചെയ്യാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഈ ഡയലോഗ് സഹായിച്ചു. ഈ അനുഭവത്തിലെ ഏറ്റവും പ്രചോദനമായത് നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുമായി നടന്ന സംവാദമായിരുന്നു. യുവജനങ്ങളുടെ ആശയങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും രാജ്യത്തിന്റെ വികസന യാത്രയിൽ യുവാക്കൾക്ക് വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തത് ഏറെ പ്രചോദനകരമായ അനുഭവമായി. പാത്ത് ബ്രേക്കർ എന്ന നിലയിൽ എന്റെ ആശയങ്ങൾ പങ്കുവെക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാനും അവയിൽ നിന്ന് പഠിക്കാനും ഈ വേദി എന്നെ സഹായിച്ചു. ഈ അവസരം ഒരുക്കി തന്ന മേരാ യുവ ഭാരതിനും മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിനും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. രാഷ്ട്രനിർമ്മാണത്തിൽ ഏർപ്പെടാൻ താൽപര്യവും മനസ്സും ഉള്ള അച്ചടക്കവും സമർപ്പണബോധവുമുള്ള സംഘത്തെ രൂപീകരിക്കുക, സാമൂഹികവും സാമ്പത്തികവുമായ സമഗ്ര വളർച്ച സാക്ഷാത്കരിക്കാൻ സഹായിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് നാഷണൽ യൂത്ത് കോർപ്സ് ആരംഭിച്ചത്. സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിന് ഫലപ്രദമായി സംഭാവന നൽകാൻ യുവാക്കൾക്ക് കഴിയുന്ന തരത്തിൽ നേതൃത്വവും നവീകരണവും വളർത്തിയെടുക്കുന്നതിനാണ് നാഷണൽ യങ് ലീഡേഴ്സ് പ്രോഗ്രാമിന് തുടക്കമിട്ടത്. യുവാക്കളുടെയും കൌമാരക്കാരുടെയും വികസനത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് സർക്കാർ ഇതര സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതാണ് യുവജന കൌമാര വികസനത്തിനായുള്ള ദേശീയ പരിപാടി. ഇവയ്ക്കെല്ലാം പുറമെ നാഷണൽ സർവീസ് സ്കീം, യൂത്ത് ഹോസ്റ്റലുകൾ എന്നിവയും രൂപീകരിച്ചിട്ടുണ്ട്. യുവജന ശാക്തീകരണം, നൈപുണ്യ വികസനം, രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നാഷണൽ സർവീസ് സ്കീമും സുപ്രധാന പങ്കുവഹിക്കുന്നു. NSSന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൊല്ലം പുനലൂർ കുര്യോട്ടുമല അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS പ്രോഗ്രാം ഓഫീസറും ഗണിതശാസ്ത്ര വിഭാഗം അധ്യാപകനുമായ SG സുശാന്ത്. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യരാവാൻ നിബോധത, ഉണരൂ, എണീൽക്കൂ, ലക്ഷ്യം വരെ മുന്നേറൂ എന്ന ആപ്തവാക്യത്തിലൂടെ ലോകത്തെ മാറ്റിമറിച്ച വിശ്വഗുരുവായ വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനമായ ജനുവരി 12 നാം ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നു. വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികാസത്തിലൂടെ കുടുംബ വികാസവും ഗ്രാമവികാസവും അതിലൂടെ രാഷ്ട്ര പുനർനിർമ്മാണവും സാധ്യമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി മഹാത്മാഗാന്ധിയുടെ ജന്മശതാബ്ദിയായ 1969 ആരംഭിച്ചതാണ് NSSന്റെ പ്രവർത്തനങ്ങൾ. വിദ്യാർത്ഥികളിൽ സാമൂഹ്യബോധവും സേവന മനോഭാവവും വളർത്തി സമൂഹ വികസനത്തിലൂടെ വ്യക്തിത്വ നിർമ്മാണം നടത്തുക എന്നതാണ് NSSന്റെ പ്രധാന അജണ്ട. നിരവധി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരിപാടികൾക്ക് പുറമെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ യുവാക്കളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ദേശീയ ഐക്യം, സാംസ്കാരിക സഹവർത്തിത്വം, സാഹോദര്യം, ദേശസ്നേഹം എന്നിവ വളർത്താൻ സംഘടിപ്പിക്കുന്ന നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പിൽ പങ്കെടുക്കുവാനും ദേശീയ യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കുവാനും റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുവാനും ഒരു NSS വോളണ്ടിയറിന് അവസരം ലഭിക്കുന്നു. ഉന്നതമായ ലക്ഷ്യബോധത്തിലൂടെ, നല്ല ചിന്തകളിലൂടെ, നന്മ നിറഞ്ഞ പ്രവർത്തനത്തിലൂടെ സദ്ഗുണങ്ങൾ നേടി മികവാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കാം. യുവാക്കൾക്ക് മികച്ച തൊഴിൽ സാധ്യതകൾ നേടാനും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ സംഭാവന നൽകാനും സഹായിക്കുന്നതിനായി സ്കിൽ ഇന്ത്യ പോലുള്ള പദ്ധതികളും കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നു. രാജ്യത്ത് സംരംഭകത്വവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. എല്ലാ വർഷവും ഇവർക്കായി ബജറ്റിൽ തുക വകയിരുത്തി വരുന്നു. യുവജനങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കാനും സർക്കാർ അനുമതി നൽകുന്നു.
യുവാക്കളുടെയും NGOകളുടെയും മാതൃകാപരമായ സംഭാവനകളെ അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്ര നിർമ്മാണത്തിനും സമൂഹ സേവനത്തിനും അവർ ചെയ്യുന്ന മികച്ച പ്രവർത്തനങ്ങൾക്ക് എല്ലാ വർഷവും ദേശീയ യുവജന അവാർഡുകൾ നൽകുന്നു. യുവജനങ്ങൾക്കായി സംസ്ഥാന സർക്കാരും നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വ്യാവസായിക ഉൽപാദന വർധനവിനുള്ള നടപടികളുടെ ഭാഗമായി സംരംഭക വർഷം മിഷൻ 1000 ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നു. ഉപഭോഗ സംസ്ഥാനമായ കേരളത്തെ ഉൽപാദക സംസ്ഥാനമാക്കി മാറ്റുകയും അതുവഴി ചെറുപ്പക്കാർക്ക് ആവശ്യമായ തൊഴിലുകൾ ലഭ്യമാക്കി ഉദ്യോഗാർത്ഥി എന്ന തലത്തിൽ നിന്ന് ഉദ്യോഗദാതാക്കളായി നമ്മുടെ ചെറുപ്പക്കാരെ മാറ്റിയെടുക്കാനുമാണ് ലക്ഷ്യം. എന്നാൽ രാജ്യത്തെ യുവജനങ്ങളുടെ ശാരീരിക മാനസികാരോഗ്യം നേരിടുന്നത് വലിയ വെല്ലുവിളികളാണെന്ന് പഠനങ്ങൾ പറയുന്നു. രാജ്യത്ത് നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏറിയ പങ്കും പങ്കാളികളാകുന്നത് യുവജനങ്ങളാണ്. ഡോക്ടർ LR മധുജൻ ആകാശവാണിയോട്. യുവജനങ്ങൾ പൊതുവെ വളരെ സ്ട്രെയിറ്റായും സൗഹൃദാത്മകവുമായിട്ടാണ് പെരുമാറുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നുവെങ്കിലും പലപ്പോഴും അവരുടെ മാനസികാവസ്ഥ സംഘർഷഭരിതമാണ് എന്ന് പറയാതെ വയ്യ. കേട്ടിട്ടില്ലേ പലരും പറയുന്നത് ഡിപ്രഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ. ഡിപ്രഷൻ എന്നത് ചികിത്സ ആവശ്യമുള്ള ഒരു മാനസിക രോഗമാണ് എന്ന് മറന്നു പോകരുത്. അതിനെ വളരെ നിസ്സാരവൽക്കരിക്കുന്നത് ഒരു സാമൂഹികമായ അല്ലെങ്കിൽ ഒരു എത്തിക്കൽ അല്ലാത്ത ഒരു കാര്യമാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സാമൂഹികമായ ഇടപെടലുകൾ കുറയുന്നത് കൊണ്ടാണ്. യുവജന ദിനവുമായി ബന്ധപ്പെട്ട് യുവാക്കളോട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്രൊഫൈലുണ്ട്. അതിലൊരു സംശയമില്ല. ഏതൊരാളോട് ചോദിച്ചാലും എന്തു ചെയ്യുന്നു, എന്താണ് പേര്, എവിടെയാണ് താമസിക്കുന്നത്, എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ അവർക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ അതിലൊരു കോഗ്നിറ്റീവ് പ്രൊഫൈൽ അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്കൊരു കോഗ്നിറ്റീവ് പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. എന്താണ് ഈ കോഗ്നിറ്റീവ് പ്രൊഫൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശേഷി, ഭാവിയിലേക്കുള്ള പദ്ധതികളും പരിപാടികളും തയ്യാറാക്കാനുള്ള നിപുണത, അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. തലച്ചോറിന്റെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് എത്രത്തോളം വികസിതമാണ് എന്നതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ വികസിതമാക്കിക്കൊണ്ടുള്ള ഒരു കോഗ്നിറ്റീവ് പ്രൊഫൈൽ യുവത ആർജിച്ചെടുക്കുമ്പോഴാണ് സമൂഹവും അതിലൂടെ രാഷ്ട്രവും വികസിതമാകുന്നത്. വിവേകാനന്ദ ദർശനവും അതുതന്നെ ആയിരുന്നു എന്ന് മറന്നുപോകരുത്. യുവജനങ്ങൾ രാജ്യത്തിന്റെ ഭാവിയാണെന്നതിൽ സംശയമില്ല. രാഷ്ട്ര നിർമ്മാണത്തിൽ യുവജനങ്ങളുടെ പങ്ക് വലുതാണ്. ചിട്ടയായ വിദ്യാഭ്യാസവും മാർഗനിർദ്ദേശവും യുവജനങ്ങളെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരും മികച്ച നേതാക്കളുമാക്കുന്നു. യുവതലമുറയിലെ ഓരോ അംഗങ്ങൾക്കും ആത്മവിശ്വാസത്തോടെയും ആത്മാഭിമാനത്തോടെയും തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ തുല്യമായ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറണം. മാനസിക സംഘർഷം, സ്മാർട്ട് ഫോണുകളുടെ അമിത ഉപയോഗം, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് നമ്മുടെ യുവസമൂഹത്തെ കരകയറ്റുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ വികസിത രാഷ്ട്രം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകൂ. ദേശീയ യുവജന ദിനം എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി. അവതരണം ബിന്ദു.